പിന്നെ നമ്മൾ ഈ കാണുന്ന വലിയ പോട്ട്സൊക്കെ LED ലൈറ്റുള്ള പോട്ടാണ്. നമുക്കിതിനകത്ത് ഓൾറെഡി പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് അതിനകത്ത് ഓൺ ആക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇൻഡോറൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ വീടിനകത്തൊക്കെ വെച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഇടണ്ട, ഇതിനകത്ത് ലൈറ്റ് നമ്മൾ ഓൺ ചെയ്താൽ മതി. നല്ല ഭംഗിയാണ്. ചേച്ചി ഈ ലൈറ്റ് ഒന്ന് ഓൺ ആക്കി കാണിക്കൂ. ഈ കേളി നന്ദ്യാർവട്ടം എന്നാണ്. ഇതിലൊരു പിങ്ക് കളർ ഫ്ലവർ വരും. അതിൻ്റെ പ്രായമാവാത്ത കിളിന്ത ഇലകൾ വരുന്നത് ഇങ്ങനെ നീണ്ട ടൈപ്പിൽ തന്നെയാണ്. എന്നിട്ട് ഇല ഒന്ന് പ്രായമാകുമ്പോഴാണ് ഇങ്ങനെ കേളി ചെയ്ത് വരുന്നത്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വെക്കാം, നിലത്തും വെക്കാം. ഈ ഇരിക്കുന്ന എല്ലാ സക്കുലൻസിനും 60 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇത് അതുപോലെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ ഹാങ് ചെയ്തിട്ടേക്കുന്ന ഈ പ്ലാന്റിൻ്റെ പേര് ഗോൾഡൻ ഷവർ എന്നാണ്. ഇതിന് വെയിൽ വേണ്ട, ഏത് ടൈമിലും ഇതിന് ഈ യെല്ലോ കളർ ഫ്ലവർ ഉണ്ട്. ഇത് 90 രൂപ മുതൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ്. എന്നും നമുക്ക് പൂവിനകത്ത് ഈ ചെടിക്കകത്ത് പൂ കാണും. ഹായ് ഹലോ, എൻ്റെ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യുന്ന ഇന്നത്തെ വീഡിയോ ഒരു നഴ്സറി വിസിറ്റിംഗ് വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഐക്കാർഡിൽ കൊടുത്തേക്കാം, എല്ലാവരും പോയി കാണണം. അപ്പോൾ ഇന്ന് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന നഴ്സറി നേച്ചുറ എന്ന് പറഞ്ഞ തൃക്കാക്കരയിലുള്ളൊരു നഴ്സറിയാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കുറേ പ്ലാന്റ്സും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, പിന്നെ കുറച്ച് പോട്ട്സിൻ്റെ കളക്ഷൻസും ഉണ്ട്. പിന്നെ അത് കൂടാതെ ഒരുപാട് വെറൈറ്റി കാറ്റസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നോക്കാം. ഇവിടെ സക്കുലൻസും കാക്ടസും ഒക്കെ 90 റുപ്പീസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇതൊക്കെ ഉണ്ട്, നല്ല രസമായിട്ടുള്ള കുഞ്ഞ് കാക്ടസ്, നല്ല ബുഷിയായിട്ട് ഇന്ന് വളർന്ന് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ കാക്ടസ് ആയാലും അതുപോലെ തന്നെ ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇത് കണ്ടല്ലോ, ഒരു പോട്ടിനകത്ത് ഒരുപാട് ടൈപ്പിലുണ്ട്. ഇതിൻ്റെ സീബ്ര അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതുപോലെ തന്നെ ഇതും എല്ലാം ഒരു ചട്ടിക്കകത്ത് ഇങ്ങനെ നട്ട് വെച്ചേക്കാണ്. നല്ല ഭംഗിയുണ്ട്. ഈ ഇരിക്കുന്ന എല്ലാ സക്കുലൻസിനും 60 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇത് അതുപോലെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് പെപ്പറോമിയ, അത് അങ്ങനെയാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇതിന് ഏകദേശം എത്ര രൂപ വെച്ച് റേറ്റ് വരുന്നത്? 200 റേറ്റാണ് ഇതിന് വരുന്നത്. ഇത് കണ്ടല്ലേ, ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ പേരെന്താ? ഫിറ്റോണിയ. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ 2 ഷെയ്ഡിലുള്ള കാക്ടസ് ആണ് ഈ ഇരിക്കുന്നത് മൊത്തം. അതിനകത്തുനിന്ന് ഒരുപാട് നമുക്ക് തൈ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള കാക്ടസ് ആണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു പേൾ ടൈപ്പ് സക്കുലൻ്റ്, ഇത് നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റിയാണ്. ഇത് നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഫ്ലവർ ആണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു വെറൈറ്റീസ് കാക്ടസ് ആണിത്. ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു ചേച്ചി? 150. ഇതിന് 150 റേറ്റേ ഉള്ളൂ. അടിപൊളിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലാന്റ് കാണുന്നത്. ഇത് കണ്ട്, ഇതിന് ചെറിയൊരു മൊട്ടൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഇതൊരു സ്പൈഡർ പ്ലാന്റ് വെറൈറ്റി പെട്ട ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു ക്ലോറോഫൈറ്റ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നല്ല ബുഷിയായിട്ട് വളർന്ന് നിൽപ്പുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് 30 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ബുഷി ടൈപ്പ് പ്ലാന്റ്സ് ആണ്. ഇവിടെ ഉള്ള എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സും അതുപോലെ തന്നെ ബുഷി പ്ലാന്റ്സും ആണ്. ഇതൊരു പെഡിലാന്തസ് പ്ലാന്റ് ആണ്. ഇത് നല്ല ബുഷിയായിട്ട് വളർന്നിരിക്കുന്നതാണ്. ഹാങ് ചെയ്തും അത് നമുക്ക് തന്നെ ബുഷിയായിട്ട് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത്. ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറേ കളക്ഷൻസ് ഒക്കെ കാണാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിലോഡോണ്ടോൻ്റെ കുറച്ച് 2-3 വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഇത് തുടങ്ങുന്നത് 90 രൂപയ്ക്കാണ് ഇത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇത് നിയോൺ പോത്തോസ് ആണ്. ഇതിനകത്ത് ഒരുപാട് തൈകളുണ്ട് ഈ പോത്തോസ് പ്ലാന്റിനകത്ത്. ഇതും 90 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന പ്ലാന്റ്സിനെല്ലാം 90 രൂപയാണ്. അത് കഴിഞ്ഞ് ഇത് അതുപോലെ തന്നെ നിയോൺ പോത്തോസ് ആണ്. ഇതിനകത്ത് നല്ല ഹെൽത്തി പ്ലാന്റ്സും. ഇത് പക്ഷേ ഇത്രയും കൂടെ വലിയ പോട്ടിലാണ്. അതുകൊണ്ട് ഇത് 130 രൂപയാണ് റേറ്റ് വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ കുറേ എൻജോയ് പോത്തോസ് ഉണ്ട്.
ഇതിനെല്ലാം 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് 120 രൂപയ്ക്ക്. പിന്നെ അതുപോലെ തന്നെ ഇത് 90 രൂപയ്ക്കാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫിൻ്റെ ബാക്കിൽ ഇതുപോലെ കളറാണ് വരുന്നത്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇത് സിൽവർ പോത്തോസ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 90 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ കുറേ ഇതൊരു ടൈപ്പ് ഫേൺ ആണ്. ഇതിൻ്റെ റേറ്റ് 250 ആണ് ഇതിൻ്റെ റേറ്റ്. അതുപോലെ തന്നെ കുറേ അഗ്ലോണിമയുടെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ, ഇതൊരു വെറൈറ്റി അഗ്ലോണിമയാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഇത് ആഫ്രിക്കൻ ഹോസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ കുറേ അഗ്ലോണിമയുടെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിങ്ക് കളർ, അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡ്, അങ്ങനെ കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് പീസ് ലില്ലി പ്ലാന്റ് ആണ്. 220 ആണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. ഇത് കഴിഞ്ഞ് ഇതൊക്കെ സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. ഇത് ഇംഗ്ലീഷ് ഐവി ആണ്. ഇതിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് സിങ്കോണിയമാണ്. സിങ്കോണിയത്തിന് ഇത് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇത് പിങ്ക് സിങ്കോണിയമാണ്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇത് 50 രൂപയ്ക്കും ഇവിടെ നമുക്ക് കിട്ടും. ഇത് ഇങ്ങനത്തെ ഒരു കവറിലാണ് വരുന്നത്. ഇതിന് 50 രൂപയുള്ളൂ ഈ പ്ലാന്റിന്. നമ്മൾ പുറയിൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ ചൈനീസ് ഡോൾ പ്ലാന്റ് ആണ്. ഇത്രയും വലുതിനൊക്കെ ഇവിടെ ചൈനീസ് ഡോൾ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 250ക്കാണ്. ഇത് ഈ ഇരിക്കുന്ന പ്ലാന്റിനാണ് 250 റുപ്പീസ് റേറ്റ് വരുന്നത്. ഇവിടെ ഒരുപാട് സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഈ ഇരിക്കുന്ന സ്നേക്ക് പ്ലാന്റിന് 110 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സിൽവർ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിന് 190 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതിന് കുറേ ഇതുണ്ട്, സ്റ്റെംസ് ഉണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഇതിവിടെ കുറേ അഗ്ലോണിമയുടെ കളക്ഷനും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ അതുപോലെ തന്നെ യെല്ലോ ആൻഡ് ഗ്രീൻ സിൽവർ ഒരു മിക്സഡ് ഷേക്ക് ഉള്ള സ്നേക്ക് പ്ലാന്റും ഉണ്ട്. ഇത്രയും വലുതിനൊക്കെ എത്ര രൂപ ചേച്ചി? ഇവിടെ 150 മുതലാണ് ഈ ഒരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 ആണ്. ഇതിനകത്ത് നമ്മൾ ഒരു പോട്ട് മേടിച്ചാൽ അതിനകത്ത് കുറേ 3-4 തൈകളുണ്ട്. അപ്പോൾ അത്രയും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണുള്ളത്. ഇത് പിന്നെ ഫിഡിൽ ഫിഗ് ആണ്. ഇത് 250 റുപ്പീസിൻ്റെ ഫിഡിൽ ഫിഗ് പ്ലാന്റ്സ് ആണ് ഇതെല്ലാം. ഇത് ഒരു വെറൈറ്റി അഗ്ലോണിമയാണ്. ഇതിന് 250 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല രസമുണ്ട്. ഇതൊരുമാതിരി തിൻ ലീഫാണ് ഇത് വരുന്നത്. നല്ല സ്ട്രോങ് പ്ലാന്റ് ആണ്. നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇതെല്ലാം സിൽവർ സ്നേക്ക് പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്നതൊക്കെ. ഇത് ഒരു ഡോർഫ് വെറൈറ്റി പാമാണ്. ഇത് ഹൈറ്റ് വെക്കത്തില്ല. ഇതിന് റേറ്റ് വരുന്നത് 200 രൂപയാണ് ഇത് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ ബ്ലാക്ക് CC പ്ലാന്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് തൈയുള്ള ഒരു പോട്ടാണ് ഇവിടുന്ന് തരുന്നത്. ഇതിന് 450 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇത് തന്നെ നമുക്ക് 290ക്ക് ഇവിടെ കിട്ടും. പക്ഷേ ഒരു പോട്ടെടുത്താൽ ഒരുപാട് തൈ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് 290യുടെ പ്ലാന്റ്. ഇതിനകത്ത് ഇപ്പോൾ തന്നെ 3 പ്ലാന്റ് ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ തന്നെ. ഇതിന് 290 ആണ് റേറ്റ് വരുന്നത്. ഈ ഇരിക്കുന്നത് CC പ്ലാന്റിന് ഒരു വെറൈറ്റി ആണ്. ഡോർഫ് ആണ്. ഇതിൻ്റെ ലീഫിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 390 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതും അതുപോലെ തന്നെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. ഇതിനകത്ത് ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. നല്ല സ്ട്രോങ് പ്ലാന്റ് ആണ് എല്ലാം. പിന്നെ ഇരിക്കുന്നത് കലാത്തയാണ്. കലാത്തയ്ക്ക് 350 റേറ്റ് ആണ് വരുന്നത്. ഇതിന് 350 റേറ്റ് ആണ്. ഇത് കലാത്തിയുടെ വേറൊരു ലീഫ് ഉള്ള വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിന് 250 റേറ്റ് ആണ് വരുന്നത്. ഇതെല്ലാം കലാത്തിയുടെ ഓരോരോ വെറൈറ്റീസ് ആണ്. ഈ ഇരിക്കുന്ന ചെടിക്കോ? ഇത് 350 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് നല്ല വലിയ ലീഫുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ വലിയ ബിഗ് CC പ്ലാന്റ് നമുക്ക് കാണാൻ പറ്റും. ഇത് 490 ഉള്ളൂ ഇതിന് റേറ്റ് വരുന്നത്. നല്ല പ്ലാന്റ് ആണ്. നല്ല ലീഫൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വലിയ CC പ്ലാന്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് അഗ്ലോണിമയുടെ കുറേ വലിയ ചെടികൾ കാണാൻ പറ്റും. ഇതൊക്കെ വലിയ പ്ലാന്റ്സ് ആണ്. ഇതിന് 450 ആണ് റേറ്റ് വരുന്നത്. നല്ല വലിയ പ്ലാന്റ് ആണ്. കുറേ കളക്ഷൻസ് ഉണ്ട് ഇവിടെ, ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ.
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ ബാഗിനകത്തുള്ള ഫിഡിൽ ഫിഗ് ആണ് ഉള്ളത്. നമ്മൾ മുമ്പേ കണ്ടത് 250യുടെ ഫിഗാണ്. ഇത് 400 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എന്താ ഇത് കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ് വരുന്നത്. പിന്നെ ഇത്രയും വലിയ ബാഗിനകത്താണ് നമുക്കത് കിട്ടുന്നത്. ഇത് വേറൊരു വെറൈറ്റി കലാത്തിയാണ്, ലീഫിലിങ്ങനെ സ്ട്രൈപ്സ് ഉള്ളത്. ഇതിന് 290 ആണ് വരുന്നത്. ഇതും വലിയ പ്ലാന്റ് ആണ്. ഒരുപാട് എന്താ തൈകളുണ്ട് ഒരു പോട്ടിനകത്ത് തന്നെ. ഇത് റബ്ബർ പ്ലാന്റിൻ്റെ വെരിഗേറ്റഡ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 350 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ നോർമൽ ആയിട്ടുള്ള 1 ഷെയ്ഡ് റബ്ബർ പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് ഇതിന് 350 തന്നെയാണ്. ഇത് 350 250ക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ പ്ലാന്റ്സ് ആണ്. ഈ റബ്ബർ പ്ലാന്റ് എല്ലാം നല്ല വലിയ പ്ലാന്റ് ആണ്. പിന്നെ ഈ ഇരിക്കുന്ന വലിയൊരു ഫിഗാണ്. ഇതിന് റേറ്റ് വരുന്നത് 450 റുപ്പീസാണ്. ഈ ചെടിയുടെ പേര് ഫിംഗർ പാം എന്നാണ്. ഇതിന് 390 ആണ്. ഇത് വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഇരിക്കുന്നതൊക്കെ വലിയ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ റബ്ബർ പ്ലാന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ഫിലോഡണ്ടൻ സെനഡു ആണ്. ഇതിന് റേറ്റ് വരുന്നത് 250 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് വലിയ പോട്ടിനകത്താണ് നമുക്ക് ഇത്രയും ചെടികൾ നമുക്ക് കിട്ടുന്നത്. ഇതിന് 150ക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇത് ഇത്രയും വലിയ പോട്ട് 250 ഉള്ളൂ ഇവിടെ. ഇത് നമ്മളിപ്പോൾ കണ്ട ഫിലോഡണ്ടൻ സെനഡു ഉണ്ട്. ലീഫിന് ഒരു കളർ ചേഞ്ച് ഉണ്ട്, ഗോൾഡൻ ടൈപ്പാണ്. ഇതെല്ലാം ചെറിയ ചെറിയ പോട്ടിലാണ് ഇവിടെ ഉള്ളത്. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇതെന്താ ചേച്ചി ഫിലോഡണ്ടറിൻ്റെ? ഇതൊരു ക്രീപ്പറാണ്. ഇതിന് റേറ്റ് വരുന്നത് 60. ഇതിന് 60 റുപ്പീസേ ഉള്ളൂ. പിന്നെ ഇത് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇത് അലോക്കേഷ്യയുടെ മിനിയേച്ചർ ആണ്. ഇതിന് 90 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇത് അതുപോലെ തന്നെ പെപ്രോമിയയുടെ വെരിഗേറ്റഡ് ലീഫുള്ള പ്ലാന്റ് ആണ്. ഇതിന് 180 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇത് നമ്മൾ മുമ്പേ കണ്ട പ്ലാന്റ് ആണ്. ഇത് പക്ഷേ 50 രൂപയുള്ളൂ ഇതിന്. നമ്മളിത് പോട്ടിലല്ല വരുന്നത്, കവറിനകത്താണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മോൺസ്റ്ററയുടെ വെറൈറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. ഇത് മോൺസ്ട്ര ബ്രോക്കൺ ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ബിഗ് ലീഫുള്ള മോൺസ്റ്റർ ഡെലീസിയോസ് ഇവിടെ ഉണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 350 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് പാഫ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഹാങ് ചെയ്തിടുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. അത് ഇവിടെ ഉണ്ട്. ഇതിന് റേറ്റ് വരുന്നത് 190 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് ഇവിടെ പിന്നെ കുറച്ച് മിനിയേച്ചർ ആയിട്ടുള്ള പെപ്പറോമിയ പ്ലാന്റ്സ് ഉണ്ട്. ഇത് പെപ്പറോമിയ റോസോ. ഇതിൻ്റെ റേറ്റ് 110. ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ 160. ഓർഫ് CC പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് 100 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. കുറേ ബിഗോണിയാസ് ഉണ്ട് ഇവിടെ. ഇതിനൊക്കെ റേറ്റ് 160 രൂപയാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത്. പിന്നെ ഇതെല്ലാം ഇത് കലാത്തിയല്ലേ? ഇത് കലാത്തിയാണ്. അതിന് റേറ്റ് വരുന്നത് വലിയ കലാത്തിയാണ് 1400. അത് നല്ല ബിഗ് പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് 1400 രൂപയാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇങ്ങോട്ട് വരാനാണെങ്കിൽ ഇതൊരു ടൈപ്പ് ഫേൺ ആണ്. 550 ആണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് ഇവിടെ സ്റ്റാർട്ടിങ് 150 മുതലാണ്. ഇത് ആലോക്കേഷ്യ വെറൈറ്റിയിലുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് ആണ്. ഇതെല്ലാം കുറേ വെറൈറ്റി ഓഫ് ഫിലോഡൻഡ്രോൺസ് ഒക്കെ ഉണ്ട് ഇവിടെ. കുറേ CC പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ മുമ്പേ കണ്ട CC പ്ലാന്റ്സിൻ്റെ പല പോട്ടിനകത്താക്കി ഒരുപാട് CC പ്ലാന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഡോർഫ് വെറൈറ്റി പ്ലാന്റ്സ് ആണ്. ഇതിന് 490 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ നല്ല പോട്ടിനകത്താണ് വരുന്നത്. പിന്നെ ഇതെല്ലാം ഫിലോഡൻഡ്രോൺസ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 120 രൂപയാണ് റേറ്റ്. പിന്നെ ഇത് നമ്മുടെ ചൈനീസ് സ്റ്റോൾ പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് 1200 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പ്ലാന്റ്സിൻ്റെ കൂടെ തന്നെ പോട്ട് ഷോപ്പും ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട്. സെറാമിക് പോട്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോട്ട്സ്, ഔട്ട്ഡോർ പോട്ട് എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഉള്ള ഒരു പോട്ടാണ്. ഇതൊരു സ്റ്റോൺ മോഡൽ. ഇതിന് നമുക്ക് പ്ലാന്റ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പോട്ടാണ്. ഇതിനകത്ത് LED ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന വലിയ പോട്ട്സൊക്കെ
LED ലൈറ്റ് ഉള്ള പോട്ടാണ്. നമുക്കിതിനകത്ത് ഓൾറെഡി പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് ലൈറ്റ് അതിനകത്ത് ഓൺ ആക്കാൻ പറ്റും. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇൻഡോർ ഒക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ വീടിനകത്തൊക്കെ വെച്ച് കഴിയുമ്പോൾ ലൈറ്റ് ഇടണ്ട, ഇതിനകത്ത് ലൈറ്റ് നമ്മൾ ഓൺ ചെയ്താൽ മതി. നല്ല ഭംഗിയാണ്. ചേച്ചി ഈ ലൈറ്റ് ഒന്ന് ഓൺ ആക്കി കാണിക്കൂ. ഈ ഒരു റോക്ക് ടൈപ്പ് പോട്ടിനുള്ളിൽ സ്പേസ് ഉണ്ട്. ഇതിനുള്ളിൽ നമുക്ക് പ്ലാന്റ് പോട്ട് ചെയ്തിട്ട് ഇതുപോലെ ലൈറ്റ് ഓൺ ആക്കി നമുക്ക് അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിരിക്കും. അങ്ങനെ ഒരുപാട് ഷേപ്സിലുള്ളതുണ്ട് ഇവിടെ. ഇവിടെയാണ് അതിൻ്റെ പ്ലഗ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വലിയ പോട്ടൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാതെ ടെറാക്കോട്ട പോട്ട്സും അതുപോലെ തന്നെ ബ്ലാക്ക് നമ്മൾ ഔട്ട്ഡോർ വെക്കുന്ന പോട്ട്സും ഹാങ്ങിങ് പോട്ട്സും പിന്നെ ഇൻഡോർ പോട്ട്സും ഒക്കെ ഇവിടെ ഒരു പോട്ട് ഷോപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു അത്യാവശ്യം നല്ല വിലക്കുറവിലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. വലിയ പോട്ടാണ്. നമുക്ക് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ പറ്റിയ പോട്ടാണ്. ഇതിന് 450 രൂപയുള്ളൂ ഇതിന് റേറ്റ് വരുന്നത്. ഇതൊക്കെ മണ്ണിൻ്റെ പോട്ടാണ് ഈ ഇരിക്കുന്നതൊക്കെ. നമ്മുടെ പ്ലാസ്റ്റിക് പോട്ടും കൂടാതെ ഈ ഒരു പോട്ടും ഉണ്ട് ഇവിടെ. എല്ലാ ടൈപ്പ് പോട്ട്സും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ മണ്ണിൻ്റെ പോട്ട് 70 മുതലാണ് അവൈലബിൾ ആയിട്ടുള്ള വലിയ. ഇത് നമ്മുടെ 10 മണിയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് പോട്ടിലക്ക എന്നാണ്. ഇതിന് ഒരു ചെറിയ പോട്ടിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇത് അരയിലയാണ്, ഗോൾഡൻ അരയിലയാണ്. ഇതിന് 35 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ റിയോ പ്ലാന്റ് പിങ്ക് ആണ്. ഇനി 20 രൂപയാണ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഇതെല്ലാം നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ 20 രൂപയ്ക്കാണ് ഇവിടെ നമുക്ക് തുടങ്ങുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് ഫൈക്കസിൻ്റെ മിനിയേച്ചർ ടൈപ്പാണ്. ഇത് ബോൺസായി ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇതിന് 120 റേറ്റ് വരുന്നത്. ഇത് കോളിയാസ് പ്ലാന്റ് ആണ്. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. ഇതിന് 20 രൂപയാണ് നമുക്ക് 20 രൂപയ്ക്ക് കിട്ടും. പിന്നെ ഇവിടെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട് മുകളിൽ. ഇതൊക്കെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. ഇത് മുരയ്യ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ്. ഇതിന് 350 റേറ്റ് വരുന്നത്. ഭയങ്കര ചെറിയ ചെറിയ ലീവ്സ് ആണ്. നല്ല തിങ്ങി നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായി ഈ പ്ലാന്റ്. അതുപോലെ തന്നെ ഇത് 80 രൂപയാണ്. ഇത് നമുക്ക് കവറിലും അവൈലബിൾ ആണ്. ഇതിന് 80 രൂപയാണ് ഈ ഇരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ റേറ്റ് വരുന്നത്. ഈ പ്ലാന്റിൻ്റെ പേര് ആഫ്രിക്കൻ പൈൻ എന്നാണ്. നല്ല ഹൈറ്റ് വെക്കുന്ന പ്ലാന്റ് ആണ്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. പിന്നെ ഇത് എപ്പീഷ്യ പ്ലാന്റിൻ്റെ വെറൈറ്റി ആണ്. ഇതിന് 60 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്ട്രിങ് ഓഫ് ബനാന എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ ഉപയോഗിക്കാം. 40 രൂപയ്ക്ക് നമുക്കിതിവിടെ കിട്ടും. ഇത് സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റി ആണ്. ഇത് മുരാരിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് നല്ല വെയിലത്ത് വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. ഇത് 120 രൂപയുണ്ട്. പിന്നെ നമുക്കിവിടെ 50 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നല്ല മണമുള്ള ഒരു പൂവാണ് ഇതിനുണ്ടാകുന്നത്. ഭയങ്കര മണമാണെന്നാണ് ഇവിടുത്തെ ചേച്ചി പറഞ്ഞത്. നല്ല ചെടിയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇത് ബേബി സൺറോസ്. ചെറിയ പിങ്ക് കളറിലെ പൂക്കളുണ്ടാവും. ഷെയ്ഡ് മതി, നല്ല വെയിൽ വേണമെന്നില്ല. ഇത് ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ്. ഇതിന് നമുക്ക് 200 രൂപയ്ക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ഹാങ്ങിങ് പ്ലാന്റ്സും ഉണ്ട്. നിയോൺ പോത്തോസ്, അതുപോലെ തന്നെ മണി പ്ലാന്റിന് കുറേ വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഫേൺസ് ഉണ്ട്. കുറേ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഫേൺസിൻ്റെ വെറൈറ്റി ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ഫിഷ് ടെയിലാണോ? ഇത് ഫിഷ് ടെയിൽ ഫേൺ ആണ്. അങ്ങനെ ഫേൺസിൻ്റെ തന്നെ കുറേ കളക്ഷൻസ് ഉണ്ട്. അതുകൂടാതെ ഇവിടെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും ഉണ്ട്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട്, അതുപോലെ നമ്മുടെ മാവ്, പ്ലാവ്, അങ്ങനെ എല്ലാം ഉണ്ട്. അവക്കാഡോ ഉണ്ട്. ഇവിടെ എന്തൊക്കെ വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സാണ് ഇവിടെ ഉള്ളത്? അത് പ്ലാവ് 1.5 വർഷം കൊണ്ട് കഴിക്കണം, വിയറ്റ്നാം സൂപ്പർ എർലി. പിന്നെ മാവിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ചാമ്പ, പേര, കൊടംപുളി, റംബൂട്ടാൻ, അവക്കാഡോ, സാന്തോള്, അബിയു, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് റെഡ് കളർ ഉണ്ട്. പിന്നെ ഫിഗ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് പ്ലാന്റ് നമുക്കുണ്ട്. പിന്നെ ലോങ്ങൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഈ മാവും പ്ലാവും ഒക്കെ എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വിയറ്റ്നാം സൂപ്പർ എർലിയൊക്കെ ആണെങ്കിൽ 250. പിന്നെ ഹോം ഗ്രൗണ്ട് മാവൊക്കെ ആണെങ്കിൽ 300, 350 അറേഞ്ച് എല്ലാം. ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതൊരു ക്രീപ്പറാണ്. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പോൺസ് ഫ്ലവർ എന്നാണ്.
ഇത് എന്താ നല്ല ഒരു മണമുണ്ട് ഇതിന്, ഈ ഒരു പ്ലാന്റിന്. ഇതൊരു ക്രീപ്പറാണ്, നല്ല വൈറ്റ് കളർ ഫ്ലവറാണ് പിടിക്കുന്നത്. ചെറുത് 80 രൂപയ്ക്ക് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് എന്താ വൈറ്റ് കളർ ഫ്ലവറാണ് വരുന്നത്. ഇതിന് ആൻറ്റിഗൺ ക്രീപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എത്ര രൂപയ്ക്ക് ചേച്ചി? 80 രൂപയ്ക്കാണ് ഇത് നമുക്ക് ഇവിടെ കിട്ടും. 80 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. മാൻഡിവില വൈറ്റ് ആണ്, അത് 80 രൂപ തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇവിടെ. അടുത്തത് ഒരു ക്രീപ്പറാണ്. ആ ക്രീപ്പർ വൈറ്റ് കളർ ഫ്ലവറാണ് വരുന്നത്. അതിന് ചെറുത് 50 രൂപ. ഇത് ഫാഷൻ ഫ്ലവർ എന്നാണ് അതിൻ്റെ പേര്. ഫാഷൻ ഫ്ലവർ 2-3 കളറുണ്ട്. ഇതിപ്പോൾ ആദ്യം കാണുന്നത് നീല കളറ് ഫ്ലവർ ഒന്ന് കാണിച്ചു. പിന്നെ അപ്പുറം ഇരിക്കണ അതാണെങ്കിൽ വൈൻ കളർ ഫ്ലവർ വരുന്നതാണ്. നല്ല ക്രീപ്പേഴ്സാണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് എല്ലാം 50, 80 ആ ഒരു റേറ്റിനൊക്കെ അവൈലബിൾ ആണ്. ഇത് പെഡിലാന്തസ് എന്നാണ് അതിൻ്റെ പേര്. പെഡിലാന്തസ് ചെറിയ പാക്കറ്റിലുള്ള നമുക്ക് 60 രൂപ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ 290 ആ റേഞ്ചുള്ളതാണ്. ഹാങ്ങിങ് പ്ലാന്റ്സ് ഇതാണെങ്കിൽ 180 വരും. 6 കാക്ടസ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ബേബി ടിയർ എന്ന് പറഞ്ഞ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അത് 150 മുതലുണ്ട്. ഇതിന് പല കളറിലുണ്ട്. ഇതിൻ്റെ വില 30 രൂപ. ഇത് സ്പിൻസർ വെറൈറ്റി പെട്ടതാണ്. ഇതിൻ്റെ ചെറുത് 180. അത് ആസ്പരാഗസ് മയൂരി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ വലിയ പോട്ടാണെങ്കിൽ 200 രൂപ, ചെറിയ പോട്ടാണെങ്കിൽ 120. ഇത് നമ്മൾ നേരത്തെ കണ്ട ഹാങ്ങിങ് പ്ലാന്റിലെ 6 കാക്ടസ് ആണ്. അതിൻ്റെ ചെറിയ കവറെല്ലാം 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത് പെന്നി വാൾട്ട് എന്നാണ് അതിൻ്റെ പേര്. അത് 30 രൂപ. ഇത് ജെയ്ഡ് പ്ലാന്റ്, ഔട്ട്ഡോർ വെക്കണം. അതിൻ്റെ പല കളറുണ്ട്. വെറിഗേറ്റഡും ഉണ്ട്, ഗ്രീൻ കളറും ഉണ്ട്. ഗ്രീൻ കളറാണെങ്കിൽ 50, വെറിഗേറ്റഡ് ആണെങ്കിൽ 110. അതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അതിന് ഒരു കവറ് 80 രൂപ. ഇത് റിയോയുടെ വെറൈറ്റിയാണ്. റിയോ അത് ചെറുത് 20 രൂപ തുടങ്ങി നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇത് കോളീസ് പ്ലാന്റ് ആണ്. കോളീസിൻ്റെ വേറൊരു ഷെയ്ഡ് ഹൈറ്റ് വയ്ക്കും. പെഡിലാന്തസ് എന്നാണ് അതിൻ്റെ ആ പ്ലാന്റിൻ്റെ പേര്. 70 രൂപ. അടുത്ത് ക്രീപ്പിംഗ് ഐവി. അത് ഹാങ്ങിങ്ങിലും ഇടാം. ഒരു വൈറ്റ് കളർ ഫ്ലവർ വരും. ഈ ഹാങ് ചെയ്തിട്ടേക്കുന്ന ഈ പ്ലാന്റിൻ്റെ പേര് ഗോൾഡൻ ഷവർ എന്നാണ്. ഇതിന് വെയിൽ വേണ്ട. ഏത് ടൈമിലും ഇതിന് ഈ യെല്ലോ കളർ ഫ്ലവർ ഉണ്ട്. ഇത് 90 രൂപ മുതൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഭംഗിയാണ്. എന്നും നമുക്ക് പൂവിനകത്ത് ഈ ചെടിക്കകത്ത് പൂ കാണും. ഈ പ്ലാന്റിൽ ഒരു വട്ടം ഫ്ലവർ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2 മാസത്തോളം അങ്ങനെ തന്നെ നിൽക്കും. അത് കഴിയുമ്പോൾ ഉടനെ തന്നെ അടുത്ത ഫ്ലവറിങ് നടക്കുന്നതാണ്. ഈ കേളി നന്ദ്യാർവട്ടം എന്നാണ്. ഇതിലൊരു പിങ്ക് കളർ ഫ്ലവർ വരും. അതിൻ്റെ പ്രായമാവാത്ത കിളിന്തലകൾ വരുന്നത് ഇങ്ങനെ നീണ്ട ടൈപ്പിൽ തന്നെയാണ്. എന്നിട്ട് ഇല ഒന്ന് പ്രായമാകുമ്പോഴാണ് ഇങ്ങനെ കേളി ചെയ്ത് വരുന്നത്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വയ്ക്കാം, നിലത്തും വയ്ക്കാം. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതിന് 150 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ജെയ്ഡ് പ്ലാന്റ് ആണ്. 350 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് അഡീനിയമാണ്. ഇതിന് റേറ്റ് വരുന്നത് ഇത് 450 ആണ്. 300 മുതലൊക്കെ ഉണ്ട് നമുക്ക്. 300, 350 പ്രായം അനുസരിച്ച്, പ്ലാന്റിൻ്റെ പ്രായം അനുസരിച്ച് റേറ്റ് കൂടും. അത് പെഡിലാന്തസ് എന്നാണ് അതിൻ്റെ പേര്. അത് ചെറിയ കവറിൽ 70 രൂപ തുടങ്ങിയുണ്ട്. അത് ബോൺസായി. അത് 1200 രൂപ. ഹൗവാർത്തിയ വെറൈറ്റീസാണ്. അത് ചെറുതൊക്കെ ആണെങ്കിൽ 120 തുടങ്ങിയിട്ടുണ്ട്, വലുതാണെങ്കിൽ 220. ഇതെല്ലാം സക്കുലൻറ്റും കാക്ടസും വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റ്സ് ആണ്. ഇത് കോട്ടൺ പ്ലാന്റ് ആണ്. ഇത് ഈ ഒരു ചട്ടിക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ്. ഇത് അധികം ഹൈറ്റ് വെക്കാത്ത ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇത് ഡ്രസീന വെറൈറ്റിപ്പെട്ട പ്ലാന്റ് ആണ്. ഇതിന് 500 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് നല്ലതായിട്ട് ഹൈറ്റ് വെക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ മദർ പ്ലാന്റ് അപ്പുറത്തിരിപ്പുണ്ട്. കുറേ പാംസും എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാം നല്ല ഹൈറ്റുള്ള വലിയ പ്ലാന്റ് ആണ്. പിന്നെ സിലിണ്ട്രിക്ക, നമ്മുടെ സ്നേക്ക് പ്ലാന്റ് സിലിണ്ട്രിക്ക ഉണ്ട്. വലിയൊരു പോട്ടിലാണ് അത് ഇവിടെ നമുക്ക് ലഭ്യമാവുന്നത്.
അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നേച്ചർ എന്ന് പറഞ്ഞ തൃക്കാക്കരയിലുള്ള നഴ്സറി വിസിറ്റിംഗ് വീഡിയോ ആയിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് പ്ലാന്റ്സ് ഒക്കെ നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.